ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് അഹമ്മദ് അൽ മഗരിബി എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് അഹമ്മദിൻ്റെ പ്രോഡക്റ്റ്സ് ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അന്ന് റിവ്യൂ ചെയ്തപ്പം നമ്മുടെ ജിജിമോൻ ചേട്ടനൊക്കെ അതിൻ്റെ അടിയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിൻ ഷേക്ക് ഇല്ലാതെ എന്താ അഹമ്മദ്, അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ബിൻ ഷേക്കും മർജും അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെന്ന് റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ ബിൻ ഷേക്ക് ഓട്ടത്തിലായിരുന്നു, ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പം ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്കൊക്കെ അടിക്കാനായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പം അങ്ങനത്തെ തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പം അത് യൂസ് ചെയ്ത് ഒരുപാടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇനീഷ്യോ ഊദ് ഫോർ ഗ്രേറ്റ്നസ് ഒറിജിനലുണ്ട്, പിന്നെ ലത്താഫയുടെ ഊദ് ഫോർ ഗ്ലോറി ഉണ്ട്, അങ്ങനെ പിന്നെ അഫ്നാൻ്റെ സുപ്രീമസി ഊതുണ്ട്, ബിൻ ഷേക്കും ഉണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് ഈ ഊദ് ഫോർ ഗ്രേറ്റ്നസിൻ്റെ ക്ലോൺസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിൻ ഷേക്കാണ്. കാരണം അതിനകത്ത് നമുക്കെപ്പോഴും റിയൽ ഹിന്ദി ഊദ് നല്ല രീതിയിൽ മണക്കാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ബിൻ ഷേക്ക്. ഊദ് ഫോർ ഗ്രേറ്റ്നസിൻ്റെ ഒരു അഹമ്മദിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഊദ് ഫോർ ഗ്രേറ്റ്നസിനേക്കാളും ഓപ്പണിംഗ് ഒരു അല്പം കൂടി സ്പൈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊരു ബോട്ടിലിനകത്താണ് ബിൻ ഷേക്ക് വരുന്നത്. അപ്പം ഇതുണ്ട്, അത് തുറക്കുമ്പം ഇങ്ങനെയൊരു ഇത് നമ്മുടെ സെർജോഫിൻ്റെയൊക്കെ ഫ്രാഗ്രൻസസ് ഒക്കെ എൻവലപ്പ് ചെയ്യുന്ന പോലെ ഒരു ടവൽ പോലത്തെ ഒരു മെറ്റീരിയൽ അതിനെ എൻവലപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷനാണ്. ഈച്ച് ആൻഡ് എവറി അഹമ്മദ് ഫ്രാഗ്രൻസസും വരുന്നത് വളരെ നല്ല പ്രസൻറ്റേഷനോട് കൂടിയാണ്. അഹമ്മദ് അൽ മഗരിബി അതിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതും നമ്മുടെ ലത്താഫ പോലുള്ള ബ്രാൻഡിൻ്റെ ഒന്നും വ്യാളി പ്രസൻറ്റേഷനുകളല്ല, വളരെ മര്യാദയുള്ള പ്രസൻറ്റേഷനുകളാണ് അഹമ്മദ് കൊടുക്കാറുള്ളത്. ഒന്നെങ്കിൽ അവരുടെ പ്രസൻറ്റേഷൻ ഫ്രാഗ്രൻസിന് എങ്ങനെയുള്ളതാണെന്നൊരു ഹിൻറ്റ് നമുക്ക് തരും, അതല്ലാന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ക്ലാസിക് ആയിരിക്കും. എന്തെങ്കിലും തരത്തിൽ നല്ലൊരു വെറൈറ്റി പ്രസൻറ്റേഷൻ അഹമ്മദ് എപ്പോഴും കൊണ്ടുവരുന്നത്. ഈ ബോട്ടിൽ തന്നെ ഉണ്ടോ, ഞാനത് സാധാരണ ബോട്ടിൽ റിവ്യൂ ചെയ്യാത്തത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്റ്റൽ ഗ്ലാസ് ഒക്കെ പോലത്തെ ഒരു നല്ലൊരു ബോട്ടിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരിചിതമായിരിക്കും, എന്നാലും നമുക്ക് കയ്യിൽ അടിച്ചിട്ട് സെൻ പ്രൊഫൈൽ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിതിനെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഓപ്പണിങ് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചുകൂടി ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇത്. അല്പം കൂടി മൈൽഡുമാണ്, ലൈക്കബിൾ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം ഒരു സോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതിൻ്റെ ഒരു പ്ലേ ആണ്. ശരിക്കും നല്ല നാച്ചുറൽ ഹിന്ദി ഊതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഊത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടത്. ആ ഹിന്ദി യൂതിൻ്റെ ഒരു പ്രസൻസ്, ഫ്രാഗ്രൻസ് നല്ല ഡോമിനൻറ്റ് മെയിൽ ക്യാരക്ടറുള്ള ഫ്രാഗ്രൻസ് ആണ് എന്ന് പറഞ്ഞ് ഫീമെയിൽസിന് അടിക്കാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല ഡോമിനൻറ്റ് മെയിൽ ക്യാരക്ടറുള്ള ഫ്രാഗ്രൻസ് ആണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഞ്ചിവിറ്റി പ്രൊജക്ഷൻ പ്രൈസ് റേഞ്ചാണ്. പ്രൈസ് റേഞ്ച് ഒരു 4700 to 5200 ഒക്കെ ആയിരുന്നു കിടന്നിരുന്നത്. ഇപ്പം റീസെൻ്റ്ലി ബിൻ ഷേക്കിന് ഭയങ്കര ഷോർട്ടേജ് ആണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, പെർഫ്യൂമൊക്കെ വിൽക്കുന്നത്. അപ്പം 5000 മേളിൽ ഇതിനിപ്പം കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗ്ലോബലി ബിൻ ഷേക്ക് ഭയങ്കര ഷോർട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫ്രൈഡേ ചാം ഹൗസിലെ അദീൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടാവും പറഞ്ഞ. അപ്പം ഗ്ലോബലി ബിൻ ഷേക്ക് ഭയങ്കര ഷോർട്ടായിരുന്നു. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 5000 മേളിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും പൈസ കേട്ടോ ഇത് മേടിക്കാനായിട്ട്. സെൻ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഊത് വിത്ത് സം സ്പൈസസ് ആണ് ഉള്ളത്. നല്ല അലൂറിങ്, ഒരു തരം കമാൻഡിങ് ഡോമിനേറ്റിംഗ് സ്മെല്ലാണ് നല്ല രീതിയിൽ. പ്രൊജക്ഷൻ നല്ല ബീസ്റ്റ് മോഡാണ്, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. ബിഗ് ടൈം കോംപ്ലിമെൻറ്റ് പുള്ളറാണ്. പിന്നെ നിങ്ങൾക്ക് ക്ലോസ് എൻകൗണ്ടേഴ്സിന് പറ്റിയ ഫ്രാഗ്രൻസിൽ പെട്ടതല്ല ഇത്. അല്പം തണുപ്പുള്ളപ്പോൾ അടിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഔട്ട്ഡോർസിൽ പോകാനായിട്ട്, നൈറ്റ് ഔട്ട്സിന് പോകാനായിട്ടൊക്കെ വളരെ നല്ലൊരു ഫ്രാഗ്രൻസാണ്. പിന്നെ നിങ്ങൾക്ക് ഡോമിനേറ്റ് ചെയ്യേണ്ട ബിസിനസ് മീറ്റ്സ് ഉണ്ടെങ്കിൽ 1-2 സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം പുതിയതായിട്ടൊരു ആളെ കാണുമ്പോൾ പരിചയമില്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സീരിയസ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രാഗ്രൻസ് ആ വൈബ് കൊണ്ടുവരും, സീരിയസ് വൈബ് കൊണ്ടുവരും. നമ്മൾ മുമ്പിൽ ഈ ഫ്രാഗ്രൻസ് അടിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ഒരു നിസ്സാരക്കാരനല്ല, ആൾ സീരിയസ് ആണ്. ഒരു ഡോമിനേഷൻ കൊണ്ടുവരും ഈ ഫ്രാഗ്രൻസ്. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് കേട്ടോ. ഊതെന്ന് പറഞ്ഞാൽ സ്കാങ്കി ആനിമാലിക് ഊതല്ല, അത് അങ്ങനത്തെ അണ്ടർടോണൊന്നും ഇതിനില്ല. ഒരു നല്ലൊരു വുഡിയാണ്, അതായത് നിങ്ങളൊരു നല്ല
ഒരു നമ്മുടെ ഈ നല്ലൊരു മെച്ചുവറായിട്ടുള്ള ഒരു വുഡ് മുറിച്ചിട്ട് അതേ മണത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു തരം ഫീല് വിത്ത് സം സ്പൈസസ്, അങ്ങനെയാണ് ഇതിൻ്റെ ഇതുണ്ടാകും. നല്ല മെച്ചുവറായ തടി ഈർച്ച ചെയ്തിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇതിൻ്റെ മണം. അല്ലാതെ ഊതെന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് തലവേദന എടുപ്പിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഹസൻ ഊതിൻ്റെ ഗോൾഡൻ ഊത് ട്രൈ ചെയ്തായിരുന്നു. ഭയങ്കര പ്രൊജക്ഷനാണ്. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറം മണക്കും. പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ്, എനിക്ക് തലവേദന എടുത്തു പോയി. ഞാനത് റിവ്യൂ വരുന്നുണ്ട്, എടുക്കാം കേട്ടോ. അങ്ങനെയൊന്നും അല്ല ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. ഇനിയും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡീക്കൻ്റെങ്കിലും ട്രൈ ചെയ്യണം. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. ഞാൻ പ്രത്യേക ആരുടെയും പേര് പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഫ്രാഗ്രൻസിലേക്ക് കിടക്കാം. അടുത്ത ഫ്രാഗ്രൻസ് അഹമ്മദ് അൽ മഗ്രിബിയുടെ തന്നെ മർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ പീസാണ്. അഹമ്മദിൻ്റെ ഇതുവരെയുള്ള ക്രിയേഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മർജാണെന്ന് പറയും. കാരണം മർജ് ഇതുവരെ എനിക്ക് ഒന്നിൻ്റെയും കോപ്പിയായിട്ടോ ക്ലോണായിട്ടോ തോന്നിയിട്ടില്ല. ഒരു വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ഊദ് ഫ്രാഗ്രൻസ് ആണ്. അത് അഹമ്മദിൻ്റെ ഓൺ ക്രിയേഷൻ തന്നെ ആകണം. എനിക്കിതിൻ്റെ വേറെ വല്ലതിന് ടിസ്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല മർജ്. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ഫ്രാഗ്രൻസുകൾ ട്രൈ ചെയ്തതിൽ മർജുമായിട്ട് അങ്ങനെ ബന്ധമുള്ള സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. മർജിലേക്ക് വരാം. ഞാൻ മണത്തോണ്ടിരുന്നു പോയി. മർജൊരു അസാമാന്യ ഊതിൻ്റെ ഒരു ക്രിയേഷനാണ്. ഈ ബോട്ടിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബോട്ടിലേന്ന് തുടങ്ങാം. ഈ ബോട്ടിലിൻ്റെ മേളിലൊരു തൊപ്പിയുണ്ട്. അത് ഒടിഞ്ഞു പോയാണ് എൻ്റെ പാക്കറ്റിനകത്ത് കിടന്നത് തന്നെ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ. എനിക്ക് ഈ ബോട്ടിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് 60 ml നിങ്ങൾക്ക് കിട്ടുള്ളൂ. 60 ml ആണെന്ന് തോന്നുന്നു. അത് ഓടെ പെർഫ്യൂം 60 ml ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ഇതിന് 3500 ഇപ്പം വില വരുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ കുറേ നോട്ട്സ് ഉണ്ട്, കണ്ടമാനം നോട്ട്സ് ഉണ്ട്. പെപ്പറുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സ്. ടോപ്പ് നോട്ടിൽ വരുന്നത് ബെർഗമോട്ട്, ടാഞ്ചറിൻ, ഊത്, സിട്രസ്, പിന്നെ പിങ്ക് പെപ്പർ, എൽമി, നട്ട്മെഗ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സോൾലി ഒരു പെപ്പർ നട്ട്മെഗ് ഊത് പ്ലേ കോംപ്ലിമെൻറ്റഡ് വിത്ത് നമ്മുടെ ഓറഞ്ച് ടാഞ്ചറിൻ ആ ഒരു സാധനം. ഈ പറഞ്ഞ പോലെ ബെർഗമോട്ട്, ടാഞ്ചറിൻ, പെയറുണ്ട്. ഈ മൂന്നും ഈ പറഞ്ഞ നട്ട്മെഗിൻ്റെയും ഊതിൻ്റെയും ഒക്കെ ഡാർക്ക്നെസ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പം ഉപ്പും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറെങ്കിലും ചില ഷെഫുമാർ കുറച്ച് പഞ്ചസാര ചേർക്കാനുണ്ട്. അത് ആ കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ടാണ്, അതിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഫ്രൂട്ടി നോട്ട്സും ഉണ്ട്. ഫ്രൂട്ടി നോട്ട്സ് നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഫ്രൂട്ടി നോട്ട്സ് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത്. ആ ഫ്രൂട്ടും ഈ ഊതും കൂടെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്ലെയർ. അല്ല ബെർഗമോട്ടിൻ്റെ ആ ഒരു രീതിയിലുള്ള സിട്രസി ഫ്രഷ്നെസ് ഇതിനില്ല കേട്ടോ. പകരം നട്ട്മെഗിനെയൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുക ബെർഗമോട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബെർഗമോട്ട് പല ഫ്രാഗ്രൻസസിലും യൂസ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ആ ഒരു ആഡ് ചെയ്യുന്നൊരു സാധനങ്ങൾക്ക് ഒന്നും ബാക്കപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ വന്നിട്ട് നല്ല റിയൽ ഊതാണ് ഇതിൻ്റെ ഒരു ബേസ് പ്ലേ എന്ന് പറയുന്നത്. ഹാർട്ട് നോട്ടിൽ പറയുന്നത് പച്ചൂളി, റോസ്, സാഫ്രോൺ, വെറ്റിവർ, സിന്നമൺ, ജാസ്മിൻ, കാശ്മീർ വുഡ്സ്. അപ്പോൾ നമുക്ക് ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആ ഒരു ഫ്രൂട്ടി നോട്ടുമായിട്ടാണ് ഇത്. ആദ്യം തന്നെ ഇതൊരു ഫ്രൂട്ടി നോട്ട്സുമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഈ ബെർഗമോട്ട്, ഈ ടാഞ്ചറിൻ, ആ സാധനങ്ങളൊക്കെ ഇതിനെ മേളിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയർ, ബെർഗമോട്ട്, ഇതൊക്കെ നട്ട്മെഗ്, ഊതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്ലേയേഴ്സ് വരുന്നത്. ഇതൊരു യുണീക്ക് ക്രിയേഷനാണ്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രാഗ്രൻസ് ആണ് എൻ്റെ. ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ ഊത് മറക്കൂജ എൻ്റെ കയ്യിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാഷൻ ഫ്രൂട്ട് വിത്ത് ഊതാണ്. പക്ഷെ അത് കൺസെപ്റ്റ് ഊത് ഫ്രൂട്ട് ഡാർക്ക് ഫ്രാഗ്രൻസ് ആണെങ്കിൽ പോലും ഇതിനോട് സിമിലർ ഒന്നും അല്ല തോന്നുന്നു. ഇത് ഇവരുടെ തന്നെ ഓൺ ക്രിയേഷൻ. ഇതുവരെ ചെയ്തിട്ടുള്ള ഊത് ഫ്രാഗ്രൻസുകൾ നിങ്ങൾ 50,000 നോക്കിയാലും 100,000 നോക്കിയാലും ഒന്നെങ്കിൽ ഇതിനോടൊപ്പം അല്ലെങ്കിൽ ഇത് താഴെ വരുള്ളൂ. ഇത് ഭയങ്കര ടോപ്പ് എൻഡ് ഊത് ഫ്രാഗ്രൻസ്. ഇത് 1,00,000 വിറ്റാലും ആളുകൾ വാങ്ങിക്കും. അതുപോലത്തെ ഫ്രാഗ്രൻസ് ഇത്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഊത്, നട്ട്മെഗ്, ആ ഒരു രീതിയിലുള്ള പേര്, പിന്നെ പച്ചൂലി, ആ ഒരു രീതിയിലുള്ളൊരു പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ ഊതും നട്ട്മെഗും സാഫ്രോൺ, പിന്നെ ആ ഒരു രീതിയിലുള്ള പെയർ, ആ ഒരു ഇതിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് ഊതിൻ്റെ പ്ലേ ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓക്മോസ് ഉണ്ട്. ഓക്മോസ് ഉള്ളപ്പം നിങ്ങൾക്കറിയാം നല്ല ഹെവി പ്രൊജക്ഷൻ ആയിരിക്കും. ഭയങ്കര ബീസ്റ്റ് മോഡാണ് ഈ സാധനം. ഒരുപാട് സ്പ്രേ ഒന്നും അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് ഇത് തരുന്നത്. ഇപ്പം ഐഡിയൽ ഫോർ ഈ ചർച്ച്, മോസ്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ മാത്രമേ അടിക്കാവുള്ളൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അടിക്കാം. ഇതങ്ങനെ ഒഫെൻസീവ് ഊതല്ല. ആളുകൾ കോംപ്ലിമെൻറ്റ് ചെയ്യും. ബിഗ് കോംപ്ലിമെൻറ്റ് പുള്ളറാണ്. എപ്പോൾ അടിച്ചാലും ആരെങ്കിലും ചോദിച്ചിരിക്കും ഇതെന്താ അടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആളുകൾ ചോദിക്കും കഴിഞ്ഞ ദിവസം റിസാല റിവ്യൂ ചെയ്തില്ലേ, അതുമായിട്ടുള്ള കമ്പാരിസൺ എന്താണെന്നൊക്കെ. അങ്ങനെയല്ല. ഇപ്പം ഒരു തരത്തിലുള്ള ഫുഡ് മാത്രമല്ലല്ലോ നിങ്ങളെപ്പോഴും നല്ലതാണെന്ന് പറയുന്നത്. നിങ്ങൾ പലതരത്തിലുള്ള സാധനങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലേ, അതുപോലെയാണ്. പിന്നെ ഇത് പ്രൈസ് റേഞ്ച് വരുന്നത് 3500 to 4000 രൂപയാണ് വരുന്നത്. എന്നിരുന്നാലും ഇതൊരു ഭയങ്കര നല്ല അടിപൊളി ഒരു ക്രിയേഷനാണിത്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. എപ്പം നിങ്ങളിത് അടിച്ചുകൊണ്ട് വെളിയിലോട്ട് പോയാലും ആളുകൾ ചോദിച്ചിരിക്കും ഇത് ഏതാ അടിച്ചിരിക്കുന്നതെന്ന്. കോംപ്ലിമെൻറ്റ്സ് ഒരുപാട് മേടിച്ച് തരുന്നൊരു ഫ്രാഗ്രൻസ് ആയത്. നൈറ്റ്സ് ഔട്ട്, നൈറ്റ് ടൈം, ഈ പറഞ്ഞ പോലെ മോസ്ക്, ചർച്ച്, പിന്നെ ടെമ്പിൾ, ഇവിടെയൊക്കെ പോകാനായിട്ട് നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് ഇതിൻ്റെ ലോഞ്ചിവിറ്റി എത്രമാത്രം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. എനിക്ക് നെക്സ്റ്റ് ഡേ വരെയാണ് ക്ലോത്തിൽ കിട്ടാറ്. അടുത്ത ദിവസം ഞാൻ അടിച്ചിട്ട് ഷർട്ട് എടുത്തിടുമ്പം അതേപോലെ തന്നെ ഉണ്ടാകാറുണ്ട്. ഞാൻ രാത്രി അടിച്ചിട്ട് രാവിലെ എവിടെയെങ്കിലും പോകാനായിട്ട് ഷർട്ട് എടുത്തിടുമ്പം തലേന്ന് മർജാണ് അടിച്ചതെങ്കിൽ പിറ്റേന്ന് മർജിൻ്റെ മണം ഉണ്ടാകും. മർജിൻ്റെ ബേസ് ഉണ്ടോന്നില്ല, എന്നാൽ പിന്നെ ടോപ്പും കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ മർജ് സ്പ്രേ ചെയ്തുകൊണ്ട് പോകാറാണ് പതിവ്. അങ്ങനെയുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാം. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ബോട്ടിലോ മറ്റെയാണ്. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. കാണാമെങ്കിൽ കാണാം. അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഈ പ്രൈസ് റേഞ്ചിന് ഇതൊരു ഭയങ്കര ജെമ്മാണ്. ചീപ്പ് ജെമ്മെന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷേങ്കിൽ ഇതിപ്പോൾ 1 ലക്ഷത്തിന് ഈ ഫ്രാഗ്രൻസ് വിറ്റാലും മേടിക്കാൻ ആളുണ്ടാകും. കാരണം അത് അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇത്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ദ പെർഫ്യൂമർ. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിൽ വേറെ 2 ഊതുണ്ട്. ഒന്ന് ബോംബെ ഊത് ഒരു സാൻഡൽവുഡ് ബോംബാണ്. അപ്പം നമുക്ക് എവിടെയത് ഓപ്പൺ ചെയ്യും. ഇതാണ് ബോംബെ ഊതും. പിന്നെ സമ്മർ ഊതും കൂടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം ബിൻഷേക്ക്, മർജ്, ഇത് രണ്ടും ഭയങ്കര ഹൈപ്പുള്ള ഫ്രാഗ്രൻസാണ്. നല്ല കോംപ്ലിമെൻറ്റ് പുള്ളേഴ്സാണ്. ബിൻഷേക്ക് ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യത്തില്ല. മർജ് നെക്സ്റ്റ് ഡേ വരെ ലാസ്റ്റ് ചെയ്യും. ഇതിന് 3500 to above to onwards ആണ്. പല ആൾക്കാർ പല ഇതിനാണ് സെയിൽ ചെയ്യുന്നത്. 3400 ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനിപ്പം ഇച്ചിരി വില കൂടുതലാണ്, ഷോർട്ടേജ് ഉള്ള കാരണം. അത് കഴിയുമ്പം വില സെറ്റിലാവുമായിരിക്കും. അറൗണ്ട് ഒരു 4500 ഒക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വിശേഷങ്ങൾ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.